യെസ് നമസ്കാരം. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റന്നാളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എന്താണ് സാധ്യത? ആര് വിജയിക്കും ഇവിടെ പാലക്കാട്? നമ്മുടെ താമരത്തിൻ്റെ തന്നെ ജയിക്കുക. ഇവിടെ സ്ഥാനാർത്ഥിക്കൊന്നും പ്രാധാന്യമില്ല. നമ്മൾ ചിഹ്നം ഏത് പറഞ്ഞാൽ നമ്മൾ ജയിപ്പിക്കും. ഇനിയിപ്പോൾ സുരേന്ദ്രൻ മാറിയാലും ശരി, ഇനിയിപ്പോൾ സന്ധ്യവാര്യ മരത്തിൽ നരേന്ദ്രമോദി മാറിയാലും ശരി ഇല്ല. നമ്മുടെ ചിഹ്നത്തിനാണ് നമ്മൾ പ്രാധാന്യം. മോഡി മാറിയാലും അടുത്ത ആരെ നമ്മൾ ജയിപ്പിക്കും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് നമ്മുടെ വികാരം. അതൊരു മാറ്റമില്ല. അല്ല, ഈ സന്ദീപ് വാര്യര് അവസാന നിമിഷം കോൺഗ്രസിലേക്ക് പോയത് BJPയുടെ സാധ്യത കെടുത്തുവോ? ഞാൻ അതിന് ഉദാഹരണം നേരത്തെ പറഞ്ഞില്ല. വ്യക്തിക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല, ചിഹ്നത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇനിയിപ്പോൾ സന്ധ്യ വാര്യർക്ക് എന്ത് വേണം ഞാൻ ചിന്തിക്കാം. ഇപ്പം നാളെ അയാൾ സുന്നത്ത് കഴിക്കണ്ടേ, നമുക്ക് തടുക്കാൻ പറ്റില്ല. അത് അയാളുടെ ആവശ്യമാണ്, അയാൾ ചെയ്തോട്ടെ. വാര്യയൊന്നും വിളിക്കാൻ സാധ്യതയില്ല. സന്ധ്യ അത്ര തന്നെ. ഓക്കെ, പറ, അഭിപ്രായം പറഞ്ഞേ. ആര് ജയിക്കും? ജയിക്കുന്നത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രസ്ഥാനത്തിൽ വ്യക്തികളെ നമ്മൾ പ്രസ്ഥാനമാണ് നമുക്ക് വലുത്. അതിനനുസരിച്ച് ഞങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ ഇയാൾ പോയത് കൊണ്ടൊന്നും നമ്മുടെ ക്ഷീണമൊന്നും സംഭവിക്കാൻ പോലില്ല. ഒന്നും കൂടി ഉറച്ചു കിട്ടി നമുക്ക് ഈ പ്രദേശം. തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഇയാൾ മാറിയ സമയത്ത് മാറിയതോ മറ്റേ കോൺഗ്രസിൻ്റെ പറയാറുള്ള ചാനലിലൊക്കെ കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നൊക്കെ അതിലേക്കാണ് പോയി ചാടിയത്. വ്യക്തിക്ക് സ്ഥാനമേ കൊടുക്കില്ല ഞങ്ങൾ. വ്യക്തിക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. യെസ്, പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് വികാരം, ചിഹ്നമാണ് വന്നേ. വാ ചെറുപ്പക്കാർ, വാ, മാറി നിൽക്കാതെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധ്യത? ആർക്കാം ഇവിടെ സാധ്യത? കൃഷ്ണകുമാർ ജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ, പണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് ക്രമാതീതമായ വോട്ടിൻ്റെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 17,000 വോട്ടിൻ്റെ ലീഡിലായിരുന്നു ഷാഫി ജയിച്ചത്. നേരെ 2021 നോക്കിക്കഴിഞ്ഞാൽ 3,800 കുറഞ്ഞു. അപ്പോൾ ക്രമാതീതമായിട്ട് BJPക്ക് ജയിക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഗവൺമെന്റ് ദോസ്തായതുകൊണ്ടല്ലേ പത്തനംതിട്ടക്കാരൻ പാലക്കാട് വന്ന് മത്സരിക്കുന്നത്. പാലക്കാട് അവർക്ക് കോൺഗ്രസിന് നേതാവുണ്ടോ? ഈ വ്യാജ ID കാർഡ് വരെ നിർമ്മിച്ചൊരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്ന വ്യക്തി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ണിൽ അറിയും. 23-ാം തീയതി കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് തിരിച്ചറിയും ജനങ്ങൾ. അനുകൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാറാട്ടൻ തീർച്ചയായും ജയിക്കും. 100% ഉറപ്പിക്കാം. വന്നേ, വാ, മാറി നിൽക്കാതെ അഭിപ്രായം പറയൂ. അവസാന അവസരമാണ്. ഇനിയിപ്പോൾ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുക അല്ലേ? മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. EVM-ൽ ഏത് ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്പർ 1 കൃഷ്ണകുമാറായിട്ടാണ്. താമരത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ആഗ്രഹം. കൃഷ്ണകുമാറായിട്ടൻ ജയിക്കും തന്നെയാണ് ഇപ്പോഴും കോൺഫിഡൻസോടെ മൂത്താന്തരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമില്ല, പ്രസ്ഥാനത്തോടാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും നിൽക്കുക. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മൂത്താന്തറ വലിയൊരു ചർച്ചാ വിഷയമായി അല്ലേ? മൂത്താൻ സമുദായം എല്ലാം ചർച്ചയിൽ ഇടം പിടിച്ചു. അതായത് ഇവിടെ നിന്ന് ഒരു പക്ഷേ ഈ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് BJPക്ക് കൊടുത്തുകൊണ്ടിരുന്ന വോട്ടുകൾ അത് ഭിന്നിച്ചു പോകും എന്ന് മനഃപൂർവ്വം ചില പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങോട്ട് പോവില്ല. എല്ലാവരും RSSന്റെ ശാഖയിലൂടെ വളർന്നു വന്ന ആൾക്കാരായതുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. നമ്മളെല്ലാവരും പ്രസ്ഥാനം പറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കുള്ളൂ. ഇവിടുത്തെ മൂത്താന്തറയത്തായാലും മൂത്താൻ സമുദായമായാലും എല്ലാവരും പ്രസ്ഥാനം പറഞ്ഞതിൻ്റെ കീഴിൽ മാത്രമേ നിൽക്കുള്ളൂ. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. നമുക്ക് നമ്മുടെ ചിഹ്നവും ദേശീയതയോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ ഇവിടുത്തെ മൂത്താന്തരത്തെ എല്ലാ ജനങ്ങളും. മൂത്താന്തരയിലെ ജനങ്ങൾ എന്നും സംഘപ്രസ്ഥാനത്തിനൂടെ നിന്നിട്ടുള്ളൂ, ദേശീയതയ്ക്കൊപ്പം. ഈ സന്ദീപ് വാര്യർ എന്നൊരു ഉഴപ്പം പറയുന്നൊന്നും ജനങ്ങൾ ഇതാവില്ല. മൂത്താന്തരയിൽ അവന് കുടുംബമുണ്ട് ഇതെല്ലാം പറയണ്ട. എവിടെയുണ്ട് കുടുംബം? ആരാണുള്ളത്? സന്ദീപ് വാര്യർ ഏറ്റവും വലിയൊരു തെമ്മാടിയാണ്. എന്താണ് പ്രസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയണത്? ഈ ബലിദാനികളുടെ ശ്രീനിവാസന്റെ പേരും പറഞ്ഞ് ഈ ചാനൽ മാധ്യമങ്ങളിൽ പറയുന്നത് എന്ത്? തോന്നിയാവാസം പറഞ്ഞ കർണം പൊട്ടിക്കാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. മൂത്താന്തര പറഞ്ഞ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കി. ഒന്നുമില്ല മൂത്താന്തരയിൽ BJP അല്ലാതെ വേറൊരു പ്രസ്ഥാനത്തിനും ഒരു ഇതുമില്ല. കാലങ്ങളായിട്ട് ജനസംഘം പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുള്ള മണ്ണാണ്. ഇവിടെ ഒരു CPM ആയാലും കോൺഗ്രസ് ആയാലും ഒരു അടവും ഇവിടെ നടക്കില്ല എന്ന് തന്നെ പറയാനുള്ളത്. ഇത് എന്നും സംഘപ്രസ്ഥാനത്തിനോട് കൂടെ നിൽക്കുന്ന ഒരു മണ്ണാണ് മൂത്താന്തര. ഓക്കെ, പറഞ്ഞ അഭിപ്രായം പറ. മൂത്താന്തരം ഒരു വോട്ടെങ്കിലും കിട്ടില്ല അവർക്ക്, കോൺഗ്രസും മാർക്സിനും. BJPക്ക് അല്ലാണ്ട് അല്ല,
അല്ല, മൂത്താന്തറയെ ഒന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? ഇവിടുന്ന് പരമാവധി വോട്ടുകൾ കിട്ടുമെന്ന് നോക്കുന്നില്ല. നടക്കില്ല, അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കില്ല. ഇവിടെ ദേശീയതയോടൊപ്പം ഉള്ളതാണ്. ഈ ബോധപൂർവ്വം ഭിന്നിപ്പുണ്ടാക്കണം, അത്രേ ഉള്ളൂ. സുരേഷ് കൃഷ്ണകുമാറിനെ ജയിക്കുള്ളൂ. 100%. അറിയാത്തവരാണ് അവര്. മൂത്തന്മാരുടെ പൾസ് അറിയാത്തവരാണ് അവര്. മൂത്തന്മാർക്ക് അറിയാം ആരെ എങ്ങനെ ജയിപ്പിക്കണം എന്നുള്ളത്. നമ്മൾ ഇത്രകാലം BJP വോട്ട് ചെയ്ത് BJP ജയിക്കും പറഞ്ഞിട്ടാണ്, തോൽക്കും പറഞ്ഞിട്ടല്ല. തോറ്റിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന കാരണം എന്താണ്? ഇനി എത്രയായാലും ശരി, ഇനി ഇതങ്ങനെയല്ല, ഇത് ജയിപ്പിച്ചേ തീരൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റം വരും. ജീവൻ മരണ പോരാട്ടം അതാണ്. ഇത് രക്തം ചിന്തിയിട്ടുള്ള പരിപാടിയാണിത്. ഇത് വിട്ടില്ല, ഇത് ജയിപ്പിച്ചേ ഉള്ളൂ. അതാണ്. ഓക്കെ. യെസ്. അപ്പോൾ അവരുടെ നോക്കൂ, അവരുടെ വികാരം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുത്താൻ സമുദായം, മൂത്താന്തറയൊക്കെ ഇടം പിടിച്ചതാണ്, ഈ ചർച്ചയിൽ ഇടം പിടിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഒരു വോട്ട് ചോർച്ചയുണ്ടാകുമെന്ന് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നു. സന്ദീപ് വാര്യരെ അതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു, ഒരു ആയുധം എന്ന നിലയിൽ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അത് വിലപ്പോവില്ല എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളല്ല, പ്രസ്ഥാനമാണ്. 1956 ജനസംഘത്തിന്റെ കാലം മുതൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഈ ജനസംഘത്തിന് ആദ്യമായിട്ട് കൗൺസിലറെ കിട്ടുന്നത് ഈ മൂത്താന്തറയിൽ നിന്നാണ്. ആ ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവര് സന്ദീപ് വാര്യർ ഉൾപ്പെടെ, അതായത് കോൺഗ്രസ് ആണ് ഈ സ്ട്രാറ്റജി ആദ്യം കൊണ്ടുവരുന്നത്, ഈ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി സന്ദീപ് വാര്യർ ഉൾപ്പെടെ വീണ്ടും കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഏറ്റുപിടിച്ചു. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അത് നല്ല ബോധ്യമായിട്ടുണ്ട്. സന്ദീപ് പോയത് എനിക്ക് തോന്നുന്നു BJP ക്ക് ഗുണമായി തോന്നുന്നുണ്ട്. ആളുകൾ അത്തരത്തിലാണ്. എങ്ങനെയുണ്ട് ഏട്ടാ ഈ അവസാനം പരസ്യ പ്രചാരണം? ഇന്ന് കൊട്ടിക്കലാശാണ്. നാളെ അല്ലേ കൊട്ടികൾ? ഇന്ന് വൈകുന്നേരം അല്ലേ? നമ്മുടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നല്ല വിജയത്തിലൂടെ വരും. അത് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ നമ്മുടെ ആരെണ്ണം നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്. സുരേന്ദ്രനായിരിക്കുക, ശോഭ സുരേന്ദ്രനായിരിക്കുക, ആരാണെങ്കിലും നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്. നമ്മൾ ഈ മാർക്കറ്റിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരും പ്രസ്ഥാനത്തിൻ്റെ പിന്നാലാണ്. ഇന്ന് വരെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള വോട്ടുകളൊന്നും BJP വിട്ടിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. അത് ഇനി കിട്ടില്ല. സംഘം ഇന്ന് ആരാണ് നിശ്ചയിക്കണം, അവരാണ് നമ്മുടെ സ്ഥാനാർത്ഥി. പ്രചാരണത്തിൽ എങ്ങനെ ഇപ്പോൾ നല്ല ഗുണമായോ? അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുന്നിട്ട് നിൽക്കും. അവരുടെ പ്രചാരണങ്ങൾ നല്ല രീതിയിൽ പൊക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലൊക്കെ പല ഭാഗങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും നമ്മൾ BJP പ്രവർത്തകർ അല്ലെങ്കിൽ സംഘക്കാർ സമീപനം കാട്ടും കാരണം പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് BJP ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട്? അതായത് നമ്മുടെ രാഷ്ട്രം നാളെ ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ഭാഗത്തേക്കാണ് പൊക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരു മതേതര രാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം ആകണമെന്നല്ല, മതേതര രാഷ്ട്രം ആ ഭാഗമല്ല ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. സൗഹാർദ്ദങ്ങൾ പൊക്കൊണ്ടേയിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് കേട്ട് പറഞ്ഞാൽ അതൊക്കെ കുറേ പറയാനുണ്ട്. ഇന്നലെ SDP-യുടെ വോട്ടൊക്കെ സ്വീകരിക്കുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു. അവരത് പറയാണ്ടിരുന്നാലേ അത്ഭുതമുള്ളൂ. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരില്ലെങ്കിൽ അവരുമില്ല, കോൺഗ്രസ് പറഞ്ഞത് ഇല്ല. അവരെന്ത് ഡിമാൻഡുകൾ എഴുതി കൊടുത്തോ അതിന് ഒപ്പുവെക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ ഈ ഇനിയൊരു നിയമസഭ വരുമ്പോൾ ഈ പറയണ ലീഗുകാർ എത്ര സീറ്റ് മേടിക്കണം കേൾക്കണമെന്ന് നിങ്ങൾ നോക്കിക്കോളേ. ആരാണ് മുഖ്യമന്ത്രിയാകണമെന്ന് അവർ നിശ്ചയിക്കും. ഇവർ വെറും പാവയാണ്. ഇവരെ വെച്ചിട്ടുള്ള കളി നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയെ ചോക്കറാക്കി വെച്ച പോലെയുള്ള കളിയാണ്. ഏതായാലും കൃത്യമായി തന്നെ ഈ വർഗീയ പ്രചാരണം ഉൾപ്പെടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണകുമാർ വിജയിക്കണം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് കൃത്യമായ ഉത്തരവുണ്ട്. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ SDPI പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വോട്ട് മേടിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ നിലപാട് വ്യക്തമാകുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ സമൂഹത്തെ, ഈ മതേതര സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ആവേശം ഒന്ന് എഴുതട്ടെ. രണ്ടാളെന്നാണ് നമ്മൾ വളർന്നിരിക്കുന്നത് ഇവിടെ. അന്ന് സാമ്പാവ് വളർത്തിയ ദീപം, ദീനതയെ വളർത്തിയ ദീപം തലമുറ നമ്മൾ സൂക്ഷിക്കുന്ന പറയണേ. ഇന്ന് പന്തലിച്ചു. രണ്ട് പോയിട്ട് പാർലമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉള്ളവരെ നമ്മൾ തളരില്ല. നമ്മുടെ പ്രസ്ഥാനമാണ്. കേരളം പിടിക്കും, ബംഗാൾ പിടിച്ചില്ലേ, ത്രിപുര പിടിച്ചില്ലേ, ഒക്കെ നമ്മുടെ ഇപ്പോ നമ്മൾ എത്ര സംസ്ഥാനം ഭരിക്കുന്നു. അപ്പൊ ഗുജറാത്തെ കാര്യമൊക്കെ നമ്മുടെ കയ്യിലാണ്. ഇനി കേരളം വരും. സുരേഷ് ഗോപി വന്നുകൊണ്ടായില്ല, നമ്മൾ പാലക്കാട് പിടിക്കണം. പിന്നെന്താ, നമ്മൾ താമര വിരിയിപ്പിക്കും.
പാർലമെന്റിൽ അസംബ്ലിയോട് ചോദിക്കാനാണ് അയക്കണത്. ചേട്ടാ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയത് അല്ല, അവരെ ആഘോഷിക്കുകയാണ്. അത് വലിയ ആഘോഷിക്കട്ടെ, ബഹളാവും, വിജയിക്കില്ല. ഒരു സന്ധ്യാ വാര്യർ കൊണ്ട് നമ്മൾ തളരുമോ? കോൺഗ്രസ് ഓർത്ത് അങ്ങോട്ട് പോയി, സന്ധ്യാ വാര്യർ ഇങ്ങോട്ട് പോയി. അതുകൊണ്ട് പാർട്ടി ഒന്നും തളരാൻ പോകില്ല, BJP തളരൂല. മൂത്താന്തരയിൽ നിന്ന് ആരും സന്ധ്യാ വാര്യരുടെ കൂടെ പോവില്ല. ആരോ കോൺഗ്രസിൻ്റെ കൂടെ പോണ വെറും മെരട്ട് പടിയാണ്. നമ്മളെ മെരട്ടുകയാണ്. നമ്മളെ മെരട്ടാൻ വരല്ലോ? പ്രസ്ഥാനം തളരുമോ? തളരില്ല. താമര വിരിയും, വിരിപ്പിക്കും. വലിയ പ്രതീക്ഷയിലാണ്. പോയത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്കൊന്നും ആലോചിക്കായിരുന്നു. പ്രസ്ഥാനമാകുമ്പോ ചില അകൽച്ചകളൊക്കെ ഉണ്ടാവും, നോക്കി ചെയ്താൽ മതിയായിരുന്നു. കോൺഗ്രസിൽ കരുണാകരന്റെ മകനെ നോക്കാൻ ശ്രദ്ധിക്കാൻ നേരമില്ല അവർക്ക്. ഇപ്പൊ ഇയാളെ ശ്രദ്ധിക്കോ? സന്ദീപ് വാര്യരെ ശ്രദ്ധിക്കോ? ഒരിക്കലും ശ്രദ്ധിക്കില്ല. സന്ദീപ് എന്ത് പ്രതീക്ഷയായിരിക്കും പോയത്? സന്ദീപിന് ഇപ്പോൾ നിങ്ങൾ പാർട്ടി സ്ഥാനം, അതിന് അസംബ്ലി ഇലക്ഷനിലെ സീറ്റ്, നിയമസഭാ ഇലക്ഷൻ സീറ്റ് കിട്ടുന്നൊക്കെ അവിടെ പോയിരിക്കണം. അത് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. കോൺഗ്രസിൽ നിന്ന് ഒരു കാര്യത്തിനും കിട്ടാൻ പോകില്ല. ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും. അതൊക്കെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ എടുക്കാത്ത ചവറാവും കോൺഗ്രസിൽ. ഇതിനെങ്ങാട്ടും പ്രശ്നങ്ങളായിരിക്കും എടുക്കാച്ചരക്കാവും. ഏതായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ SDP ഉൾപ്പെടെ വോട്ട് സ്വീകരിക്കുമെന്ന് ഒരിടത്ത് പറയുന്നു. മറ്റൊരിടത്ത് KC വേണുഗോപാൽ അവിടെ നിന്നും മഹാരാഷ്ട്രയിൽ നിന്ന് പെട്ടെന്ന് പാലക്കാട്ടേക്ക് എത്തി ഒരു പ്രസ് മീറ്റൊക്കെ വിളിച്ച് ഇവിടുത്തെ നഗരസഭാ ഭരണത്തെ തന്നെ, ഈ സന്ദീപ് വാര്യർ വന്നതിന് പിന്നാലെ പാലക്കാട്ടെ നഗരസഭ BJP ഭരണത്തെ തന്നെ അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അതിനൊരു ചാനലിന്റെ ഉൾപ്പെടെ ഇന്നലെ പത്രസമ്മേളനത്തില് 3 കൗൺസിലർമാരെ, BJP കൗൺസിലർമാരെ അവരെ അവതരിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഒരു ചാനൽ അവതാരകനും അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. വലിയ ആക്ഷേപമുണ്ട്. മാത്രമല്ല ഈ മേലാമുറി മാർക്കറ്റ് ഇവിടെ ആണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ SDPI തീവ്രവാദികളെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇവിടെയാണ്, പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് ഈ വീരബലിദാനികളുടെ പേര് പറയുന്നു, അത് മിസ്യൂസ് ചെയ്യുന്നു സന്ദീപ് വാര്യർ. വീരബലിദാനികളുടെ പേര് മിസ്യൂസ് ചെയ്യുന്നു, അവരുടെ പേരിൽ വോട്ട് തട്ടാനുള്ള ശ്രമം ഉണ്ട്. പക്ഷേ വീരബലിദാനികളെ നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവ് ഒരിക്കലും കോൺഗ്രസ് പാളയത്തിലേക്ക് പോവുമോ? എന്തുണ്ട് സാധ്യത? പ്രശ്നമാണ് ഇവിടെ വലിയ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനമാണ് കാര്യം. അത് സാറൊന്ന് മനസ്സ് വെച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. വികസനം അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രശ്നം. കോളേജ്, വലിയ ആശുപത്രി, രണ്ടാൾ കിടക്കണത്, മറ്റേ ഈ റോഡിൻ്റെ അവസ്ഥ, സാമ്പത്തികമായിട്ടൊന്നും ഈ കുഴൽ പണങ്ങളൊക്കെ ഒഴിവുകൊണ്ട് ജനങ്ങളുടെ കൈക്കൊന്നും എത്തില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം. ജനകീയ വിഷയങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് വലിയ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ KSRTC ബസ് സ്റ്റാൻഡ് ഷാഫിയുടെ അഭിമാന പദ്ധതിയാണ് പറയുന്നു. അവിടെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയില്ല, അതുപോലെ തന്നെ ശസ്ത്രക്രിയയില്ല, പ്രസവ ശസ്ത്രക്രിയ ഉൾപ്പെടെ അവിടെ നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ല. പ്രസവം പോലും അവിടെ നടത്താൻ കഴിയുന്നില്ല. ഇത്രയും വലിയ കെട്ടിടം കെട്ടിവെച്ചിട്ട് ടൗൺ ഹാൾ ആണെങ്കിൽ 3.5 കോടി രൂപ തരാൻ പറഞ്ഞ് ഷാഫി പൊളിച്ചിട്ടിട്ട് കുറേ കാലമായി, അത് ശരിയായിട്ടില്ല. മോയിൻസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂളായിരിക്കും മോയിൻസ് സ്കൂൾ എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതൊക്കെ ഈ ശ്രീധരൻ മത്സരിക്കുന്ന ആ കാലത്തുണ്ടായിരുന്ന അതേ ആക്ഷേപങ്ങളാണ്, ഇന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പാലക്കാടുകാർക്ക് മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് SDP ഉൾപ്പെടെ വോട്ട് സ്വീകരിക്കും എന്നുള്ളത് KC വേണുഗോപാൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. അതിന്റെ കൂടെ തന്നെ അക്ഷരാർത്ഥത്തിൽ പാലക്കാടൻ മണ്ണിന്റെ ഒരു സ്പന്ദനമാണ് അനിൽ നമ്പ്യാരും അരുൺ ആലത്തൂരും നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. മൂത്താൻതറയിൽ BJP വൻ വിജയം നേടും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ സന്ദേശമാണ് അവിടെ നിന്ന് വരുന്നത്. കൃഷ്ണകുമാർ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്ന പ്രതികരണങ്ങളാണ് പാലക്കാട് നിന്നും വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഒരു കൊട്ടിക്കലാശത്തിന്റെ സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. കാരണം 3 മുന്നണികളുടെയും ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ചിത്രം. മാത്രമല്ല ക്യാപ്സ്യൂളുകൾക്ക് വളരെ കൃത്യമായ മറുപടി, അവരെ ഉദ്ബോധിപ്പിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അനിൽ നമ്പ്യാരിൽ നിന്നും അരുൺ ആലത്തൂരിൽ നിന്നും നമ്മൾ കണ്ടു.